Hi everyone, welcome to Entry Cooperative YouTube channel. I am Anshita. ഇന്ന് നമ്മൾ CSEB ജൂനിയർ ക്ലർക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും തന്നെ എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വേഗം തന്നെ അപ്ലൈ ചെയ്യുക. സമയം കുറച്ചേ ഉള്ളൂ. ആൻഡ് നമ്മുടെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ വരുന്ന എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ വേഗം തന്നെ ജോയിൻ ചെയ്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു 1 ടൈം സ്പെഷ്യൽ ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കണ്ടീഷൻസ്, ഇപ്പൊ 85% അറ്റൻഡൻസ് അതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാസ് ആകുന്നത് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ കാണിക്കുന്ന 7736122215 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു അവസരം എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ആണ്, എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുള്ള സ്പെഷ്യൽ ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ആ സിലബസിനനുസരിച്ച് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ്. അതുപോലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ system of social organization based on holding of all property in common. Okay, option A cooperation, option B capitalism, option C communism, option D none of this. Okay, holding of all property in common, ഇത് ഏതിന്റെ ഫീച്ചർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഈ കോപ്പറേഷന്റെ ആണോ, ക്യാപിറ്റലിസത്തിന്റെ ആണോ, അതോ കമ്മ്യൂണിസത്തിന്റെ ആണോ? ഏതിന്റെ ആയിരിക്കും ആൻസർ? ഏതായിരിക്കും വരിക? ഇവിടെ ആൻസർ വരിക ഏതാണ്? ആൻസർ വരിക കമ്മ്യൂണിസം ആട്ടോ. ഓപ്ഷൻ സി കമ്മ്യൂണിസം ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കമ്മ്യൂണിസം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കമ്മ്യൂണിസം ആണ്, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കമ്മ്യൂണിസം ഈസ് ദ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഹോൾഡിംഗ് ഓഫ് ഓൾ പ്രോപ്പർട്ടി ഇൻ കോമൺ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോപ്പറേഷന്റെ ആണെങ്കിലും ക്യാപിറ്റലിസത്തിന്റെ ആണെങ്കിലും കമ്മ്യൂണിസത്തിന്റെ ആണെങ്കിലും ഫീച്ചേഴ്സും അതുപോലെ ഇവ തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ CSEB എക്സാമിലും അതുപോലെ PSC നടത്തിയ JCI പോലുള്ള കേരള ബാങ്ക് ക്ലർക്ക് എക്സാംസിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ കോപ്പറേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഈ കമ്മ്യൂണിസം, കോപ്പറേഷൻ, ക്യാപിറ്റലിസം ഒക്കെ, സോഷ്യലിസം. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതിന്റെ ഫീച്ചേഴ്സും ഡിഫറൻസും പഠിച്ചു വെക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൾ മാർക്സ് ബിലോങ്സ് ടു ഏത് കൺട്രിയിൽ നിന്നാണ് കാൾ മാർക്സ് ഉള്ളത്? ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ഡെൻമാർക്ക്, ഓപ്ഷൻ ഡി ജർമ്മനി. ഏത് കൺട്രിയിൽ നിന്നായിരിക്കും കാൾ മാർക്സ് ഉള്ളത്? ഏത് കൺട്രിയിൽ നിന്നായിരിക്കും? ഓപ്ഷൻ ഡി ജർമ്മനി ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. കാൾ മാർക്സ് ബിലോങ്സ് ടു ജർമ്മനി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാൾ മാർക്സ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കാൾ മാർക്സ് കമ്മ്യൂണിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ് ഡാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാൾ മാർക്സ് ആണ്. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് വ്യൂവേഴ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ഡേവിഡ് ജെ തോംസൺ, ഓപ്ഷൻ ബി ഹെൻറി ബ്രൗൺ, ഓപ്ഷൻ സി റോബർട്ട് ഓവൻ, ഓപ്ഷൻ ഡി റോക്ക്ഡെയിൽ പയോണീസ്. അപ്പൊ ആരായിരിക്കും വ്യൂവേഴ്സ് ഓഫ് ഡ്രീംസ് എഴുതിയിട്ടുണ്ടാവാം? ഈ പറഞ്ഞ ബുക്കും അതിന്റെ ഓതേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കണേ. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ബുക്ക് ഓതർ അല്ലെങ്കിൽ മാഗസീനും അത് പബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്? ഈ ഒരു സെഷൻ നിങ്ങൾ ഓരോ ദിവസം ഒരു 2 അല്ലെങ്കിൽ 3 നമ്പർ വെച്ച് ബുക്കും അതിന്റെ ഓതറും പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എക്സാം ആകുമ്പോഴത്തേനും ഒരുവിധം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. ഈ കോപ്പറേഷനിലൊക്കെ നമുക്ക് കുറെ അധികം ഈ ബുക്സും അത് എഴുതിയത് ആരാന്നും പഠിക്കാനുണ്ട്. ഓക്കെ, GK യിലും ഉണ്ട്,
കോർപ്പറേഷനിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ വീവേഴ്സ് ഓഫ് ഡ്രീംസ് ഇതാരാണ്? ഇവിടെ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ഡേവിഡ് ജെ തോംസൺ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഡേവിഡ് ജെ തോംസൺ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഡേവിഡ് ജെ തോംസൺ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ. വ്യൂവേഴ്സ് ഓഫ് ഡ്രീംസിന്റെ ഓഥർ ആരാണ്? ഡേവിഡ് ജെ തോംസൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ഈസ് എ പബ്ലിക്കേഷൻ ഓഫ്. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി ഏത് ഓർഗനൈസേഷന്റെ പബ്ലിക്കേഷൻ ആണ്? ഓപ്ഷൻ എ WTO, ഓപ്ഷൻ ബി WHO, ഓപ്ഷൻ സി ICA, ഓപ്ഷൻ ഡി UN. ഏത് ഓർഗനൈസേഷന്റെ ആയിരിക്കും കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി വരിക പബ്ലിക്കേഷൻ ആയിട്ട്? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ICA ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ICAയുടെ പബ്ലിക്കേഷൻ ആണ് ഇത് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. അതുപോലെ ICA ബുള്ളറ്റിൻ ഒക്കെ ICAയുടെ പബ്ലിക്കേഷൻ ആണ്, ഓർത്തു വെക്കുക. അതുപോലെ ICA എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1985 ICA എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പൊ എവിടെയാണ്? ബ്രുസൽസിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. ICAയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. ICA എന്ന് ഉറപ്പായിട്ടും, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതൊരു പക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ICAന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വന്നിരിക്കും. അപ്പൊ ICAനെ പറ്റി നന്നായിട്ട് പഠിക്കുക. ICA ഫൗണ്ട് ചെയ്ത വർഷം, അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാന്നുള്ളത്, അതുപോലെ റീജിയണൽ ഓഫീസസ്, ICAയുടെ മാഗസീൻസ്, അതുപോലെ ICA കൊണ്ടുവന്ന പുതിയ കാര്യങ്ങൾ, പിന്നെ പ്രസിഡന്റ് ആരാണ്? ICAയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കറന്റ്ലി ആരാണ്? ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ ICA നമ്മൾ പറഞ്ഞു ഫൗണ്ട് ചെയ്തത് എന്നാണ്? 1985 ICAയുടെ ആണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിക്കേഷൻ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ. ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1952, ഓപ്ഷൻ സി 1954, ഓപ്ഷൻ ഡി 1958. അപ്പൊ എന്നാണ് കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങിയത്? കോപ്പറേറ്റീവ് വീക്കും കോപ്പറേറ്റീവ് ഡേ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, കോപ്പറേറ്റീവ് വീക്ക് എന്നാണ് സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങിയത് ഇന്ത്യയിൽ? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഏതായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1954. 1954 എന്താ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. 1954 ഓക്കെ, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ഏത് ദിവസങ്ങളിലാണ്? November 14 to 20 ആണ് എന്താ നമ്മൾ കോപ്പറേറ്റീവ് വീക്ക് ആയിട്ട് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് 1954 സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതുപോലെ NCA എന്ന് തൊട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയത്? 1972 തൊട്ടാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക കേട്ടോ. 1972 തൊട്ടാണ് NCUA ഈ ഒരു സെലിബ്രേഷന് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത്രയും കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ കോപ്പറേറ്റീവ് ഡേയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോപ്പറേറ്റീവ് ഡേ എന്നാണ് താഴെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ഓർത്തു വയ്ക്കുക. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1954. മറക്കാതിരിക്കുക കേട്ടോ. ഇത് പ്രീവിയസ് ഇയറിൽ മിക്കവാറും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഒരു ബുക്ക് എടുത്ത് ആ ബുക്കിൽ ഇനിയും നമുക്ക് ഇതുപോലത്തെ സെഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരുന്നതായിരിക്കും. എക്സാം തീരുന്നവരെ എക്സാം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും മറ്റുള്ള സെഷൻസ്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഈ ചാനലിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി വരുന്ന ഞങ്ങൾ തരുന്ന ക്ലാസ്സുകളിൽ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഈസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നബാർഡ്? നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബി ശിവരാമൻ, ഓപ്ഷൻ ബി എം രാമകൃഷ്ണയ്യ, ഓപ്ഷൻ സി MR ഷറോഫ്, ഓപ്ഷൻ ഡി VVK റാവു. അപ്പൊ ആരാണ് നബാർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ? ആരായിരിക്കും? അതിനു മുമ്പ് നബാർഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1982
1982 ജൂലൈയിലാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അതുപോലെ നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ നടത്തിയത് ഏത് കമ്മിറ്റിയാണ്? ക്രാഫിക്കാഡ് കമ്മിറ്റിയാണ് റെക്കമെൻഡേഷൻ കൊടുത്തത്. ക്രാഫിക്കാഡ് കമ്മിറ്റീനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടും. ഏത് കമ്മിറ്റി? ശിവരാമൻ കമ്മിറ്റി എന്നും കൂടി അറിയപ്പെടും. കാരണം ക്രാഫിക്കാഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ബി ശിവരാമൻ ആയിരുന്നു. സോ ശിവരാമൻ കമ്മിറ്റി എന്നും കൂടി ക്രാഫിക്കാഡ് കമ്മിറ്റീനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നബാർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു എന്നാണ്. ഓക്കെ, ആരാണ്? എ ആയിരിക്കോ, ബി ആയിരിക്കോ, സി ആയിരിക്കോ, ഡി ആയിരിക്കോ? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആട്ടോ. എം രാമകൃഷ്ണയ്യ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി എം രാമകൃഷ്ണയ്യ ആണ് നബാർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ. ഓക്കെ, അതുപോലെ ശിവരാമൻ കമ്മിറ്റി അല്ലെങ്കിൽ ക്രാഫിക്കാഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ് ഇവര് 4 പേരും. ഇവരെ കൂടാതെ ആര് കൂടി ഉണ്ടായി? എച്ച് എസ് ശിവഗാമി കൂടി ഉണ്ടായി. അങ്ങനെ 5 പേര് ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിട്ടോ. ഓക്കെ, അതുപോലെ 1981 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. നബാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ICA പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് നബാർഡ് ICA അതുപോലെ NCUA ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സുകളാട്ടോ. നമ്മൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഈ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ വരുന്നതാണ് ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ. ഓക്കെ, കാരണം ഇവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഡ് ബാങ്ക് സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ലീഡ് ബാങ്ക് സ്കീം എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ സി 1984, ഓപ്ഷൻ ഡി 2002. ഇത് പ്രീവിയസ് ഇയറിലും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഏതാ? ഓപ്ഷൻ ബി 1969. 1969 ലീഡ് ബാങ്ക് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിലും പലതവണ CSEB ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവാസ് ഭാരതി ഇസ് എ പബ്ലിക്കേഷൻ ഓഫ്. ആവാസ് ഭാരതി ഏത് ഓർഗനൈസേഷന്റെ പബ്ലിക്കേഷൻ ആണ്? ഓപ്ഷൻ എ NHB, ഓപ്ഷൻ ബി ഹഡ്കോ, ഓപ്ഷൻ സി NCHF, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതിന്റെ ആയിരിക്കും ആവാസ് ഭാരതി പബ്ലിക്കേഷൻ ആയിട്ട് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആവാസ് ഭാരതി ഈസ് എ പബ്ലിക്കേഷൻ ഓഫ്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ നാഷണൽ ഹൗസിംഗ് ബാങ്ക് അല്ലെങ്കിൽ NHBയുടെ പബ്ലിക്കേഷൻ ആണ് ഇത് ആവാസ് ഭാരതി. ഇപ്പൊ NHBയുടെ ആണെങ്കിലും ഹഡ്കോയുടെ ആണെങ്കിലും NCHFന്റെ ആണെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയിലാട്ടോ. ഈ പറഞ്ഞ 3 ഓർഗനൈസേഷന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് വരുന്നത്. അതുപോലെ NHBയുടെ പബ്ലിക്കേഷൻ ആണ് ആവാസ് ഭാരതി. NHB എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1988 അതുപോലെ 7th 5-year പ്ലാനിന്റെ ടൈമിലാണ് NHB എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. 7ാമത്തെ 5-year പ്ലാനിന്റെ ടൈമിലാണ് എന്താ NHB എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1988 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ആവാസ് ഭാരതിയാണ് പബ്ലിക്കേഷൻ. ഈ പറഞ്ഞ പബ്ലിക്കേഷനും ഓർഗനൈസേഷനും പബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ, മാഗസിൻ പബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ. അതുപോലെ ചില മാഗസിൻസ് എന്താ ഹാഫ് ഇയർലി ഉണ്ടാവും, ചിലത് ആനുവലി ഉണ്ടാവും, ചിലത് മന്ത്ലി ഉണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. അതൊക്കെ നിങ്ങൾ ഒരു ബുക്കിൽ ഒരു സെഷനായിട്ട് തന്നെ എഴുതി വെച്ച് പഠിക്കുക. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 90. അപ്പൊ എത്ര ദിവസമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക എത്ര ദിവസമായിരിക്കും? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി 60 days ആട്ടോ. അമെന്റ്മെന്റ് വന്നിരുന്നു ഈ ഒരു സെഷനിൽ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി 60 days. An application for registration of a society shall be disposed of by the registrar within 60 days from the date of receipt of application. ഓർത്തു വയ്ക്കാട്ടോ. Next question, an ex officio member on the committee of a society shall have 1 vote but shall not have right to vote for the dash of office bearers of the society. അതായത് എക്സ് ഒഫീഷ്യോ മെമ്പറിന് എന്താ ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലുള്ള എക്സ് ഒഫീഷ്യോ മെമ്പർക്ക് എന്താ ഒരു വോട്ട് ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? ഓഫീസ് ബീറേഴ്സിന്
വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഓഫീസ് ബിയറിന്റെ എന്തിനായിരിക്കും റൈറ്റ് ഇല്ലാത്ത? അവരെ ഓപ്ഷൻ എ എലക്ഷൻ, ഓപ്ഷൻ ബി റിമൂവൽ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് ഓപ്ഷൻ എ പറയുന്ന ഓഫീസ് ബിയറിന്റെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ റൈറ്റ് ഉണ്ടാവില്ല, ഓപ്ഷൻ ബി ഓഫീസ് ബിയറേഴ്സിന്റെ റിമൂവൽ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വോട്ടിങ്ങിൽ വോട്ട് ചെയ്യാൻ റൈറ്റ് ഉണ്ടാവില്ല, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, എ ഇലക്ഷനും റിമൂവലും വരും, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ആയിട്ട് വരിക സി ആണ്. അതായത് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓൺ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ഹാവ് വൺ വോട്ട് ബട്ട് ഷാൽ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഫോർ ദ election and removal of office bearers of the society. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി വരുന്ന സെഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻസ് വേണം, ഇപ്പൊ അക്കൗണ്ടിങ്ങിൽ വേണം, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഓയിൽ ബാങ്കിങ്ങിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് സബ്ജക്റ്റിലെ ടോപ്പിക്സിൽ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രിയുടെ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റി നിങ്ങൾ മറന്നു പോകരുത്. CSEBയുടെ 1 ബാച്ച് സ്പെഷ്യൽ ബാച്ച് ആണിത്. 1 ടൈം സ്പെഷ്യൽ ബാച്ച് ആണ് CSEBയുടെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രത്യേകമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പഠിക്കുക. എക്സാം ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ.